ബാലൻ സർ, 2019 ശേഷം കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയ ശേഷം അവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ, അവിടുത്തെ അന്തരീക്ഷത്തിൽ എല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സാധാരണ പോലെയുള്ള അരക്ഷിതത്വമില്ല, സാധാരണ പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല. ജനങ്ങൾക്ക് അവരുടെ ടൂറിസത്തിലായാലും മറ്റ് വ്യാപാരമായാലും അവർക്ക് സ്വൈരമായി ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ 2019 ശേഷം അവിടെ നടക്കുന്ന, നമ്മുടെ രാജ്യം കാണുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ഭീകരാക്രമണം. ഇതിനെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? അതായത് ഇതിനൊരു റിട്ടാലിയേഷൻ എന്നതാണോ നമ്മൾ ഉടനടി ചെയ്യേണ്ട കാര്യം? അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ ഇതിലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ നയതന്ത്ര തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? സൈനിക തലത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്? താങ്കളുടെ നിർദ്ദേശങ്ങൾ, താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഇതിന് പുറകിലുള്ള ഈ ഇപ്പോൾ ഉള്ള ഭീരുക്കൾ, ഭീകരന്മാർ വിളിക്കേണ്ട ഭീരുക്കൾ എന്നാണ്. അതായത് നിരായുധരായിട്ടുള്ള ജനങ്ങൾക്കെതിരെ, കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ സശസ്ത്രമായിട്ട് വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നത് ഭീരുക്കൾ മാത്രമാണ്. ഈ 6 പേർ മാത്രമല്ല, ഇതിന് പിറകിലുള്ള നിർമ്മാതാക്കളും സംവിധായകരും ആസൂത്രണം ചെയ്തവരൊക്കെയുണ്ട്. നമ്മുടെ മണ്ണിൽ വന്ന് നമ്മുടെ ആളുകളുടെ ചോരയാണ് ചിന്തിയത്. അതിന് പ്രതികാരം ചെയ്യേണ്ടത് നമ്മൾ അത് പ്രതിജ്ഞാബദ്ധരാകണം. അത് അവരുടെ കവാടത്തിൽ പോയി അവിടെ നിന്ന് ഇത് ചെയ്തവരെ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അതായത് ഒരാൾക്ക് പകരം ഒരാൾക്ക് കൊല്ലുക എന്നല്ലെന്ന് ഞാൻ പറയുന്നത്. ഇത് 6 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറായി നിൽക്കുന്ന 600 പേരുണ്ടെങ്കിൽ ആ 600 പേരെയും നമ്മൾ നശിപ്പിക്കണം. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ സജ്ജീകരണവും, എല്ലാ കഴിവും ഇന്ത്യക്കുണ്ട്. അതായത് നാഷണൽ ഇന്റലിജൻസ് ഏജൻസീസ്, അതിന് സശസ്ത്രമായ പട്ടാളക്കാര്, ഇതിന് ട്രെയിനിങ് നേടിയിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. അത് ആദ്യമേ ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്, ഇതിന്റെ ആസൂത്രിതർ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം അവർക്കുണ്ടാകണം. ആ സമയം അനുസരിച്ച് അതിന് 3 ഇരട്ടി ശിക്ഷയെങ്കിലും മിനിമം അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു. അതിനുവേണ്ടി താൽക്കാലികമായിട്ട് ഇപ്പോൾ ആദ്യം ഈ 6 പേരെ പിടിക്കേണ്ടിയിരിക്കുന്നു. അവർ ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിൽ എന്തായാലും അവിടെ തന്നെ ഉണ്ടായിരിക്കും. അത് ആ സ്ഥലം മുഴുവൻ കോർഡനിങ് ഓഫ് ചെയ്തിട്ട് അവിടെ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുക. അതിൽ നിന്ന് ഇവരെ പിടികിട്ടുകയും അവരിൽ നിന്ന് ഇതിലുള്ള നൂലാമാലകളൊക്കെ നമ്മൾക്ക് ചുവർത്തിയെടുത്തിട്ട് അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇതല്ലാതെ തന്നെ ഇവരുമായിട്ട് സമ്പർക്കം പുലർത്തിയവരുണ്ടാകും പുറം രാജ്യങ്ങളിൽ നിന്ന്. അത് കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ ഉപകരണങ്ങളെല്ലാം ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ അതെല്ലാം ചെയ്യണം. പിന്നെ മൂന്നാമത്തത്, ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരു ആസൂത്രിതമായിട്ടാണ് നടന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് കുറച്ചെങ്കിലും ലോക്കൽ സപ്പോർട്ട് ഉണ്ടാകും. താങ്കൾ പറഞ്ഞ പോലെ 2019 കഴിഞ്ഞിട്ട് ഇതിലുള്ള അളവ്, അതായത് ഭീകരരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു തലത്തിലേക്ക് കുറഞ്ഞിരുന്നു. എന്നിരുന്നാലും എത്ര ആളുകളെ മാറ്റിയാലും കുറച്ച് വിത്തുകൾ വീണ്ടും അവിടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും സതർക്കരായിരിക്കും. എന്നായാലും എപ്പോഴും എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും തയ്യാറെടുത്തിരിക്കണം, എപ്പോഴും എന്നും തയ്യാറെടുത്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.